IPL 2026 സീസണിലെ 19-ാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസാണ് നേടിയത്. 2026 ഏപ്രിൽ 12 ഞായറാഴ്ച ലക്നൌവിലെ ഭാരതരത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ കളി നടന്നത്. 165 റൺസ് വിജയലക്ഷ്യം തേടി ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിംഗിനിറങ്ങി. ഓപ്പണർമാരായ സായ സുദർശനും ശുഭ്മാൻ ഗില്ലുമായിരുന്നു അപ്പോൾ ക്രീസിൽ. LSGയുടെ ഇന്നിംഗ്സിൽ 4 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ കൃഷ്ണ പന്തുകൊണ്ട് തിളങ്ങി. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL 2026-ലെ ഒരു പ്രധാനപ്പെട്ട പോരാട്ടമാണിത്. മാർച്ച് 28-ന് തുടങ്ങിയ IPL മെയ് 31 വരെയാണ് നടക്കുന്നത്. 19-ാമത്തെ എഡിഷനായ ഈ ടൂർണമെന്റിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ഒരു പരിധിയിൽ ഒതുക്കി നിർത്താൻ പ്രസിദ്ധ കൃഷ്ണയുടെ 4 വിക്കറ്റ് പ്രകടനം ശരിക്കും സഹായകമായി. ഈ കളിയിലെ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം IPLലെ ഒരു പ്രധാന ബൌളർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ചെയ്തത്. 2026 സീസണിന് മുന്നോടിയായുള്ള IPL ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 9.5 കോടി രൂപക്കാണ് കൃഷ്ണയെ സ്വന്തമാക്കിയത്. 2025-ലെ IPL സീസൺ അദ്ദേഹത്തിന് വളരെ മികച്ചതായി. അന്ന് ടൈറ്റൻസിനു വേണ്ടി വെറും 15 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റുകൾ വീഴ്ത്തി പർപ്പിൾ ക്യാബ് സ്വന്തമാക്കി ടൂർണമെന്റിൽ വിക്കറ്റ് വേട്ടയിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട സമയങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള അദ്ദേഹത്തിന്റെ എണ്ണം ഒരു മുതൽക്കൂടാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗ് നിര ഒന്നടങ്കം അശോക് ശർമ്മ 2 വിക്കറ്റുകൾ വീഴ്ത്തിയും റാഷിദ് ഖാൻ റൺസ് അധികം വിട്ടുകൊടുക്കാതെ പിശുക്കിയെറിഞ്ഞുമെല്ലാം LSG ബാറ്റ്സ്മാൻമാരെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി. ലക്നൌ സൂപ്പർ ജയന്റ്സിനായി 21 പന്തിൽ 30 റൺസെടുത്ത് എയ്ഡൻ മാർക്രമായിരുന്നു ടോപ്പ് സ്കോറർ. ഇന്നിംഗ്സ് വേഗത്തിലാക്കാൻ ഒരു ശ്രമം നടത്തിയ നിക്കോളാസ് പൂരൻ 21 പന്തിൽ 19 റൺസെടുത്തപ്പോൾ ക്യാപ്റ്റൻ ഋഷഭ് പന്താകട്ടെ 11 പന്തിൽ 18 റൺസെടുത്ത് പുറത്തായി. മിച്ചൽ മാർഷ് 11 റൺസിന് പുറത്തായതുൾപ്പെടെ തുടക്കത്തിൽ തന്നെ ടീമിന് തിരിച്ചടികൾ നേരിട്ടു. ജോർജ് ലിൻഡെയും മുഹമ്മദ് ഷമിയും ചേർന്ന് നിർണായകമായ 26 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി മികച്ചൊരു ഫിനിഷ് നൽകിയെങ്കിലും 8 വിക്കറ്റിന് 164 റൺസ് മാത്രമാണ് LSGക്ക് നേടാനായത്. LSGയുടെ ഹോം ഗ്രൗണ്ടായ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയം ബാറ്റിംഗ് നിരയ്ക്ക് ഇപ്പോഴും വെല്ലുവിളിയാവുകയാണ്. വലിയ ഔട്ട്ഫീൽഡും ചുവന്ന മണ്ണും കറുത്ത മണ്ണുമൊക്കെയുള്ള വ്യത്യസ്തമായ പിച്ച് സ്വഭാവങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് സ്കോറിംഗ് രീതികളെ നല്ലപോലെ ബാധിക്കാറുണ്ട്. ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ 2026 സീസണിലേക്കുള്ള ടീം നിരയിൽ പല പ്രമുഖ താരങ്ങളുമുണ്ട്. അതിൽ എടുത്തുപറയേണ്ടത് 2025 നവംബറിൽ 10 കോടി രൂപ മുടക്കി ടീമിലെത്തിച്ച മുഹമ്മദ് ഷമിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് LSGയിലെത്തിയ പരിചയസമ്പന്നനായ പേസർ ഷമി ടീമിന്റെ ബോളിംഗ് നിരയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നേരത്തെ കളിച്ച മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 4 ഓവറിൽ വെറും 9 റൺസ് മാത്രം വഴങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു അദ്ദേഹം. മറ്റൊരു ശ്രദ്ധേയ താരം മായങ്ക് യാദവിനെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഈ മത്സരത്തിൽ ഇമ്പാർട്ട് പ്ലെയറായി പരിഗണിച്ചിരുന്നു. 11 കോടി രൂപ നൽകി LSG നിലനിർത്തിയ മായങ്കിനെ പുറംഭാഗത്തെ സ്ട്രെസ് ഫ്രാക്ചർ കാരണം വളരെ കരുതലോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2025 സീസണിൽ താരത്തിന് കുറഞ്ഞ മത്സരങ്ങളെ കളിക്കാനായുള്ളൂ. അതുകൊണ്ട് താരത്തിന്റെ ദീർഘകാല ഫിറ്റ്നസിനാണ് ടീം മുൻഗണന നൽകുന്നത്. നിക്കോളാസ് പൂരനെയും എയ്ഡൻ മാർക്രമിനെയും 2026 സീസണിന് മുന്നോടിയായി ലക്നൌ സൂപ്പർ ജയന്റ്സ് വലിയ തുക മുടക്കി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ടീമിന്റെ ബാറ്റിംഗ് ശക്തിയിൽ അവർക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇതെടുത്തു കാണിക്കുന്നു. IPL 2026 സീസൺ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 28 മുതൽ മെയ് 31 വരെ ഇന്ത്യയിലെ 13 സ്റ്റേഡിയങ്ങളിലായാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ഈ ടൂർണമെന്റിലേക്ക് ഇറങ്ങിയത്. ഇതുവരെയുള്ള വ്യക്തിഗത പ്രകടനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ റെക്കോർഡ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സഞ്ജു സാംസണ് സ്വന്തമാണ്. 56 ബോളിൽ നിന്ന് പുറത്താവാതെ നേടിയ 115 റൺസാണ് IPL 2026-ലെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സ്കോർ. ഓറഞ്ച് ക്യാബ് പോരാട്ടത്തിൽ നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് വൈഭവ് സൂര്യവംശിയാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 200 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോറായ 250 റൺസ് സ്വന്തമാക്കിയതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. മത്സരത്തിന്റെ വാശിയേറിയ സ്വഭാവം കാരണം പോയിന്റ് ടേബിളിലും വ്യക്തിഗത നേട്ടങ്ങളിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരും. പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്കും ഒപ്പം ഏറെ കൊതിക്കുന്ന IPL ട്രോഫിക്കും വേണ്ടിയാണല്ലോ ടീമുകളുടെ ഈ തീവ്ര പോരാട്ടം.